മലയാളത്തിന്റെ സൂപ്പർ താരം ജയറാമിനോട് ഇന്നലെ ഒരു ചോദ്യം ഉയർന്നു വന്നു. എന്തുകൊണ്ട് മലയാളത്തിൽ അഭിനയിക്കുന്നില്ല, അഭിനയം കുറയ്ക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മികച്ച റോളുകൾ ലഭിക്കുന്നില്ലെന്നാണ്. പക്ഷെ മകൻ പറയുകയാണ് മറ്റു തമിഴിലും തെലുങ്കിലും മറ്റു ഭാഷകളിൽ അഭിനയിക്കുകയാണെങ്കിൽ പണം ലഭിക്കും, അതുകൊണ്ടാണ് ജയറാം ആ സിനിമകളിൽ അഭിനയിക്കുന്നത്. ഇത് തന്നെയാണോ ശബരിമല വിഷയത്തിൽ നാം കാണുന്നത്? ഇല്ല, ഇപ്പൊ ജയറാമിന്റെ കുടുംബം എന്ന് പറയുന്നത് ഇപ്പൊ പാർവതി ജയറാം ആയാലും മാളവിക ആയാലും കാളിദാസൊക്കെ ആയാലും അവരൊക്കെ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയാണ്. യാതൊരുവിധ കോൺട്രവേഴ്സിയിലൊന്നും ചെന്ന് ചാടാതെ ഇതുവരെയും അവർ ജീവിച്ചു പോകുന്നതാണ്. കേരള സിനിമയിൽ ഇപ്പോൾ നമ്മൾ ഈ കാളിദാസ് ജയറാം പറഞ്ഞതിൻ്റെ പുറത്തൊരു പൊരുളുണ്ട്. കേരളത്തിലെ സിനിമ വ്യവസായം ഒരു നടന്മാരുടെ തന്നെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരവസരമാണ്. മമ്മൂട്ടി ഫിലിം കമ്പനിയുണ്ട്, മോഹൻലാലിൻ്റെ ഫിലിം കമ്പനിയുണ്ട്. അപ്പം ഇവരുടെയൊക്കെ നിർമ്മിക്കുന്ന ബിഗ് ബജറ്റ് പടങ്ങളിൽ അവർക്ക് പ്രാധാന്യം കൊടുത്ത് അവരഭിനയിക്കുകയും അവർ ഡേറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലോട്ട് പോയിരിക്കുന്നു. അതായത് ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ പ്രൊഫഷണൽ ആക്ടേഴ്സ് എന്നുള്ളതൊന്ന് മാറിയിട്ട് അവർ പ്രൊഡ്യൂസേഴ്സും ബിസിനസ് മാഗ്നറ്റുകളും ഒക്കെ ആകാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ജയറാമിനെ പോലുള്ള ഒരു സാധാരണ അഭിനേതാവ് അദ്ദേഹത്തിന് കിട്ടുന്ന അവസരങ്ങളിൽ ഒരുപാട് ഇപ്പം സുരേഷ് ഗോപിയും ഇങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. അദ്ദേഹം ഈ മറ്റ് സിനിമാ മേഖലകളിൽ അഭിനയം പോയിട്ട് മറ്റ് ഏരിയകളിൽ കൈവയ്ക്കാത്ത ഒരാളാണ്. മിമിക്രി കലാകാരനായിട്ട് തുടങ്ങി, കലാഭവനിൽ തുടങ്ങി മിമിക്രി കലാകാരനായിട്ട് വന്ന് സിനിമയിൽ തുടങ്ങി വളരെ എളിയ രീതിയിൽ വളർന്നു വന്ന് ജീവിക്കുന്ന ഒരാളാണ് ജയറാം. അദ്ദേഹത്തിനെ വച്ച് നടത്തിയ കുറേ പടങ്ങൾ മലയാളത്തിൽ പൊളിഞ്ഞു. അത് പടങ്ങൾ പൊളിക്കുന്നതും കേരളത്തിലെ ഒരു മാഫിയകളുണ്ട്. ചില പടങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചില പടങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് അയാളെ ഇല്ലാതാക്കും. പക്ഷെ തമിഴ് സിനിമയാണെങ്കിൽ വേറൊന്നു കേരളത്തിലെ ഈ ബിഗ് ബജറ്റ് പടങ്ങൾ വലിയ നായകന്മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് വരുന്ന ബജറ്റ് വളരെ ചെറുതാണ്. അഭിനേതാക്കൾക്കുള്ള പ്രതിഫലം വളരെ കുറവാണ് മറ്റ് സിനിമകളെ അപേക്ഷിച്ച് കേരളത്തിൽ നോക്കും. കാര്യം ബജറ്റ് കാര്യം കേരളത്തിലെ ബജറ്റിൽ കൂടിയ ഒരു പങ്കും അല്ലെങ്കിൽ ലാഭത്തിന്റെ ഒരു പങ്കും മതി, ഞങ്ങൾക്ക് പ്രതിഫലം വേണ്ട. അതൊരു ഇൻകം ടാക്സ് വെട്ടിക്കുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങൾക്ക് പ്രതിഫലം വേണ്ട, കമ്പനി ഞങ്ങളാണ്, ഞങ്ങൾക്ക് കമ്പനിക്ക് ലാഭം മാത്രം ഉണ്ടാക്കിയാൽ മതി. മോഹൻലാൽ ലാഭത്തിനല്ലാതെ അഭിനയിക്കും. പക്ഷേ ഈ വിതരണത്തിന്റെ മൊത്തം പൈസ അദ്ദേഹത്തിനാണ് കിട്ടുന്നത്. അത് വേറൊരു വഴിയിൽ കൂടെ. അപ്പം ഇതിന് ടാക്സ് കൊടുക്കുന്നുണ്ട്, ഇൻകം ടാക്സിൽ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളിലൊന്നും പെടാതെയാണ് ജയറാം ഇതുവരെയും യാതൊരു കോക്കസിന്റെ നടുക്ക് പെടാതെ. ഇപ്പം ദിലീപിന്റെ വിഷയം വന്നപ്പോഴത്തേക്കായാലും മറ്റു പല വിഷയങ്ങളും മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്ന ഈ കഴിഞ്ഞ ഒരു 10-30 വർഷം ഉണ്ടായിട്ടുള്ള ഒരു കോൺട്രവേഴ്സിയിലും ഒരിക്കലും തലവയ്ക്കാത്ത ഒരാളാണ് ജയറാമിനെ സംബന്ധിച്ചുള്ള ആകെ ഒരു ഭ്രാന്തേ ഉള്ളൂ. ഈ ആനയും താളവും കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരന്, മദ്ദളവും കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഒരു ഒരു ഓളം ഉണ്ടാവും. അപ്പൊ അത് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തിരി ഭക്തി കൂടുതലുള്ള. ഇപ്പം പല പ്രമുഖ ക്ഷേത്രങ്ങളിലും മേളപ്രമാണിയായിട്ട് പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ആന ഭ്രാന്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള ഒരു സഹൃദയനായ ഒരു കലാകാരൻ. അതാണ് തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങളിൽ പെടാത്ത ജയറാം എന്ന് വിവാദങ്ങളിൽ മാത്രം പറഞ്ഞു നിൽക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അല്ല ഇവിടെ അതെ, ഇപ്പൊ ഈ വിവാദം വന്നിരിക്കുന്നത് ശബരിമലയുടെ ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകുന്ന വഴിക്ക് ഇദ്ദേഹം ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആകെ EDക്ക് അവര് അന്വേഷണ ഏജൻസി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴത്തേക്ക് വന്നത് 2 പൂജകൾ 2 ദിവസമായിട്ട് നടന്ന, ഒരു ദിവസമാണ് നടന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ മൊഴിയിൽ ഒരു വൈരുദ്ധ്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റു കാര്യങ്ങളിൽ അദ്ദേഹം കേസുമായിട്ട് വളരെ കാര്യമായിട്ട് സഹകരിക്കുകയും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായിട്ട് മാറും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മുമ്പോട്ട് പോകുന്നത്. കാര്യം വിശ്വസനീയമായ സാക്ഷികളെയും ഇതിനകത്ത് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് യാതൊരു കേസുകളിലും പെടാത്ത ഒരാൾ ഇക്കാര്യത്തിൽ ഒരു സാക്ഷിയായിട്ട് വരികയും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായിട്ട് ഒരു കൃത്യമായ സാക്ഷിയായിട്ട് ജയറാം വരികയാണെങ്കിൽ അത് SITക്കും അയ്യപ്പനും വളരെ നല്ല ഗുണകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഇതുവരെ വില്ലൻ വേഷത്തിൽ പ്രത്യക്ഷപ്പെടാത്ത ജയറാം ഇനിയും സ്വന്തം ജീവിതത്തിലും വില്ലനാവില്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർക്കൊക്കെ ഉള്ളത്. ഇതിൽ അന്വേഷണം നാം കണ്ടിട്ടുണ്ട്, മെല്ലെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ആദ്യം ജയറാമിനെ ചോദ്യം ചെയ്തു, പിന്നീട് രണ്ടാമതും ചോദ്യം ചെയ്തു, പിന്നീട് സാക്ഷിയാക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുള്ളതായി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അദ്ദേഹം ഇത് കൊണ്ടുവന്നതും അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് മറച്ചു വെക്കാനൊന്നുമില്ല. എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പൂജിക്കട്ടോ എന്ന് ചോദിച്ചു, പൂജിച്ചു. പിന്നെ ഇത് തന്നെയാണ് തന്ത്രി പറഞ്ഞത്. അല്ല, അദ്ദേഹത്തിന്റെ സ്വപ്നം എല്ലാവരും തുറന്നു വിശ്വസിച്ചിരുന്നു. അതെ, ഇപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് സാമ്പത്തികമായിട്ട് ഇടപാട് അതൊക്കെ SIT നോക്കിയായിരുന്നു.
അന്വേഷണം വേറൊരു തലത്തിലോട്ട് പോയി കഴിഞ്ഞാലേ നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരത്തുള്ളൂ. കാര്യം ഇപ്പോഴും ഈ നടക്കുന്ന SITയുടെ അന്വേഷണത്തെ പറ്റിയിട്ട് ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലാം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യം പല പ്രതികളും പുതിയ കേസുകൾ, പുതിയ വിവരങ്ങൾ വന്നിട്ട് ഇപ്പം ഇതിന്റെ വിവരം വന്നായിരുന്നു, ഈ എന്താ പറയുന്ന കൊടിമരത്തിന്റെ വിഷയം വന്നു. അതിലൊന്നും പുതിയ FIR ഇടുന്നില്ല, ഇവരാരും പുതിയ കേസുകൾ വരുന്നതിനകത്ത് പ്രതിയാക്കുന്നില്ല. അപ്പോൾ ആദ്യം പ്രതിയാക്കിയവർ 60 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവിക ജാമ്യം നേടി പുറത്തു പോകുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് അന്വേഷണ ഏജൻസി പറയുന്നത് ഇവരൊക്കെ അകത്താണോ പുറത്താണോ എന്നുള്ളതല്ല ഞങ്ങൾക്ക് പ്രശ്നം, ഞങ്ങൾക്ക് ഈ പ്രതികളെ കൃത്യമായി ശിക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് പറയുന്നത്. അപ്പം അന്വേഷണ ഏജൻസികൾ അന്വേഷണത്തിന്റെ പണി മാത്രം ചെയ്താൽ മതി. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് പ്രോസിക്യൂഷന്റെ ജോലിയാണ്, അവരുടെ ജോലി അവർ ചെയ്തോളൂ. പക്ഷേ അന്വേഷണ ഏജൻസി കൃത്യമായ സമയത്ത് കുറ്റാന്വേഷണത്തിന്റെ റിപ്പോർട്ട് ചാർജ് കോടതിയിൽ സമർപ്പിക്കാത്തതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണുന്നില്ല. അവർക്ക് കൂടുതൽ അന്വേഷിക്കുകയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുകയാണെങ്കിൽ അനുബന്ധ ചാർജ് ഷീറ്റ് കൊടുക്കാനുള്ള, കുറ്റപത്രം കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ ഇവരെ ഈ പ്രൊവിഷൻ ഒന്നും പോകുന്നില്ല. പലരെയും രക്ഷപ്പെടുത്താനും ഇലക്ഷൻ വരെ എങ്ങനെയെങ്കിലും ഇത് നീട്ടിക്കൊണ്ടു പോകാനുമുള്ള ഒരു ആൾമറയായിട്ടാണ് കാണുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നമ്മുടെ ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളൊക്കെ വലിയ വിവാദമായിട്ട് വന്നു. ആ സമയത്ത് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ അന്വേഷണ ഏജൻസികൾ അവരിൽ നിന്ന് മൊഴിയും അവരുടെ ശബ്ദരേഖയൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും അവർ കവർ ചെയ്തായിരുന്നു ഇലക്ഷൻ കഴിയുന്നത് വരെ. അപ്പൊ ഇതും ഇലക്ഷൻ കഴിയുന്നത് വരെ കവർ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ ഏജൻസി ആയിട്ട് ഗവൺമെന്റ് ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ് ഭക്തർക്കുള്ള വിശ്വാസം. അപ്പോൾ ഇതിൽ ജയറാം തന്റെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരു അബദ്ധത്തിൽ പെട്ടുപോയി അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? ഇല്ല, അദ്ദേഹത്തിന് ശുദ്ധനെ പറ്റിയിട്ടുള്ള ഒരു അബദ്ധമായിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ ഇതുവരെ നമ്മൾ വിശ്വസിക്കണം. കാര്യം രണ്ടാമത് വന്ന വാർത്തകൾ ഈ 2 തവണ ഈ സ്വർണ്ണപ്പാളി ആ വീട്ടിലെത്തിയെന്ന് പറയുന്നു. പക്ഷെ ജയറാം ഒരു തവണയാണ് പറയുന്നത്. അതെ, അതിൽ ഒരു മൊഴിയിലൊരു വൈരുദ്ധ്യമുണ്ട്. അത് SIT രണ്ടാമത് ചോദ്യം ചെയ്തു. അവിടെ 2 പൂജ നടന്നു. അപ്പോഴത്തേക്ക് രണ്ട് പൂജ ഒരു ദിവസം നടന്നു എന്നാണ് ജയറാമിന്റെ മൊഴിയിൽ ഉണ്ടായിരുന്നത്. അതിപ്പം നമ്മൾ മൊഴി കൊടുക്കുമ്പോഴത്തേക്ക് പറ്റിയ ടെക്നിക്കൽ എറർ ആണോ എന്നുള്ള കാര്യം അറിയത്തില്ല. അത് അന്വേഷണം വല്ലാത്തൊരു തെറ്റായി പോയല്ലോ. അല്ല, അത് കാര്യം ഇത് അവിടെ കൊണ്ടുപോയി എന്നുള്ളതല്ല, അത് ഇതിൽ നിന്ന് അദ്ദേഹം എന്തെങ്കിലും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയായിട്ടോ, അയാൾ അതിൽ നിന്ന് സ്വർണം എടുത്തതായിട്ടോ, അല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിന് അതിനകത്ത് ഈ ഗൂഢാലോചനയിൽ എന്തെങ്കിലും പങ്കുള്ളതായിട്ടോ ഒന്നും അന്വേഷണ ഏജൻസിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാളെ കിട്ടുകയാണെങ്കിൽ അന്വേഷണ ഏജൻസിക്കാർ 2 കൈ നീട്ടി ഇദ്ദേഹത്തെ ആദ്യമേ അറസ്റ്റ് ചെയ്തേനെ. കാര്യം എന്ന് വെച്ചാൽ അവർക്കൊരു ഒരു വലിയ ഒരു മീനിനെ കിട്ടി എന്നുള്ളൊരു സന്തോഷത്തോടെ അവർ ചെയ്യുമായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ല. കാര്യം പൊതുവെ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കോളക്കങ്ങൾ ഉണ്ടാകാത്ത ഒരു ജീവിതമാണ്. കേരള സമൂഹത്തിന് മുന്നിൽ തന്ത്രി അറസ്റ്റിലായതിന് പിന്നാലെ തന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നൊരു ചിന്താഗതി ഉണ്ടല്ലോ. ഉണ്ട്, ശരിയാണ്. ഞാൻ പറഞ്ഞത് നമ്മളെ ഒരു കുറ്റത്തില് നമ്മൾ പോകുമ്പോഴത്തേക്ക് 2 കാര്യങ്ങൾ വരും. ഒന്ന് ഫാക്ട്, ഒന്ന് പ്രസിഡൻസ്. ഫാക്ട് വരുമ്പോഴത്തേക്ക് പ്രസിഡൻസിനെ നമ്മൾ ഇല്ലാതാക്കും. കാര്യം എന്ന് വെച്ചാൽ മുമ്പ് ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ ഫാക്ടിന്റെ മുമ്പ് ഒന്നുമല്ല. പക്ഷെ സാധാരണഗതിയിൽ മുൻകാലങ്ങളിൽ കുറ്റകൃത്യം ചെയ്യാത്ത ഒരാളെ കഴിയുന്നതും നമ്മൾ നിയമ സംവിധാനം ഒരു പുകമറയ്ക്കകത്താക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. പക്ഷെ ഫാക്റ്റുകൾ, തെളിവുകൾ, മൊഴികൾ കൃത്യമായിട്ട് വന്നിരുന്നെങ്കിൽ വരുമായിരുന്നു. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദമായിട്ടുള്ള മൊഴി ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹമാണ് ഇതിന്റെ മുഴുവൻ ആസൂത്രകനും പരാതിക്കാരനും. അദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്ന് വേണം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും. അതൊക്കെ കോടതിയിൽ, ഇതൊന്നും കോടതിയിൽ വരികയും ചാർജ് ഷീറ്റ് കൊടുക്കണമെങ്കിൽ ഈ മൊഴികളെല്ലാം കോടതിയിൽ വരണമായിരുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിന് ഇതൊക്കെ കാണാനും ഡിഫെൻഡ് ചെയ്യാനും പറ്റുമെന്ന്. അതുകൊണ്ടാണ് ഇവർ ഒളിച്ചു കളിക്കുന്നത്. അപ്പം SITയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം ഭംഗിയായിട്ട് പോകാത്തതുകൊണ്ട് ആൾക്കാരെ പുകമറയിൽ ഇടുകയും കോടതിയെ തന്നെ ഡാർക്കിൽ നിർത്തുകയും ചെയ്യുന്ന ഒരു സവിശേഷമായ ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടത്. കോടതിക്ക് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെ മൊഴികളും മൊഴി പകർപ്പുകളും ഇത് ആരുടെ 164 സ്റ്റേറ്റ്മെന്റ് ഇതുവരെ എടുത്തിട്ടില്ല. ഇത്രയും പ്രതികളുണ്ടായിട്ട് ഒരാളുടെ പോലും 164 സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല. ആ മജിസ്ട്രേറ്റിന്റെ മുമ്പ് കൊടുക്കേണ്ട മൊഴിയാണ്. എന്തുകൊണ്ട് അവർ ഇതുവരെ മജിസ്ട്രേറ്റിന്റെ മുമ്പ് കൊണ്ട് ഒരു വ്യക്തിയെ കൊണ്ട് മൊഴി കൊടുപ്പിച്ചിട്ടില്ല? അന്വേഷണ സംഘത്തിന്റെ തെറ്റുകൾക്ക് പൊതുജനങ്ങളെ നമുക്ക് കുറ്റവാളികളായിട്ട് നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കത്തില്ല. അവർ മൊഴി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുകയും അതിൽ ജയറാമിന്റെ പേര് പറയുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലെത്തിയാണ്. അപ്പം അന്വേഷണ ഏജൻസി കൃത്യമായിട്ട് പോകുന്നില്ല. അവർക്ക് ഇലക്ഷൻ വരെ എങ്ങനെയെങ്കിലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് DIG ബാക്കി എല്ലാവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റേണ്ടി വരുമ്പോഴത്തേക്ക് പുതിയ ആൾക്കാർ ചാർജ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാത്തിരിക്കുന്നത്.
ഇപ്പം പിണറായിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്കിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ഇതിന്റെ ചാർജ് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാര്യം ഈ അന്വേഷണത്തിൽ അധികം മുന്നോട്ട് പോകാൻ പറ്റാത്തത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നില്ല. കാര്യം ഇതിനകത്ത് സോണിയയുടെ പേര് വന്നതോടെ കോൺഗ്രസ് സൈലന്റ് ആയി. ഇപ്പൊ BJP മാത്രമേ ഇക്കാര്യത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും സൈലന്റ് ആയ ഒരവസ്ഥയിലാണ്. അടുത്ത സർക്കാർ വരെയാണെങ്കിലും ഇത് രണ്ടുപേരുടെയും പേരുള്ളത് കൊണ്ട് വീണ്ടും UDF സർക്കാരാണ് വരികയാണെങ്കിൽ തന്നെ അന്വേഷണം ഈ രീതിയിൽ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാൽ